210. 6 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ എത്തുന്നുണ്ടെങ്കിലും തണുപ്പൊന്ന് പൊയ്ത്തിലേക്ക് എത്താൻ ഒരു 9 മണിയെങ്കിലും ആവും. ഈ ഷിസിലിംഗ് ഒരു ജംഗ്ഷനാണ്. ഡങ്കറിലേക്കും കാസയിലേക്കും മുദ്ദു വില്ലേജിലേക്കുള്ള ടേണിംഗ് വരുന്നതാണ്. റൂമിൽ നിന്ന് ഏകദേശം 150 മീറ്ററുള്ള വർഷാപ്പിലേക്ക്. വോൾട്ടേജ് ഇന്നുമില്ല. ഇതും യാത്രയുടെ ഒരു പാർട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ തുക്ടന്റെ ഒപ്പം കൂടി. ആ പമ്പരം പോലെ കറങ്ങി ബാറ്റ് ചെയ്യുന്ന ആളാണ് തുക്ടൻ. ആളൊരു രോഹിത് ശർമ്മ ഫാനാണ്. ഔട്ടായ നേരെ പവലിയനിലേക്ക് പോകും. പിന്നെ സൈക്കിൾ ഓടിച്ച് നടക്കലാണ് പണി. മട്ടറാണ് ഇവിടുത്തെ പ്രധാന കൃഷി. നമ്മളെ നാടും നമ്മുടെ ലൈഫൊക്കെ എത്രത്തോളം ഉണ്ടെന്നും ഇവരെ ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ കൃഷി അല്ലാണ്ട് ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കൈക്കുഞ്ഞുമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്നതാണ് ഇവർ. ഒരിക്കലുള്ള ഭക്ഷണമൊക്കെ പോലും ഇവിടെ തന്നെ ഉണ്ടാക്കില്ല. ഇവരോട് സംസാരിച്ചപ്പോഴാണ് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും വെൽഡിങ്ങിന്റെ ഒക്കെ വർക്ക് എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. മൂപ്പര കയ്യിൽ ജനറേറ്റർ ഉണ്ടല്ലോ. ഞങ്ങൾ നേരെ ടയറുമായിട്ട് അങ്ങോട്ടേക്ക് പോയി. കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും ആൾ റെഡിയാക്കി തന്നു. ഏകദേശം ഉച്ചയാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ വേഗം ഒരു എക്കോംബിയോ പിടിക്കാന്ന് വിചാരിച്ചു. ഈ നാടും ഇവിടെ ഉള്ളവരും ഇനി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മളെപ്പോലെ തന്നെ കാറിന്റെ ടെർബോ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കുടുങ്ങിയ വേറൊരു ടീം കൂടി ഉണ്ടായിരുന്നു. ഒരു കാസേന്ന് ഒരു ട്രക്ക് വിളിച്ച് രാംപൂരിലേക്ക് വണ്ടി കൊണ്ടുപോകണം. 20,000 റുപ്യാണ് രാംപൂർ വരെ ഒരു വണ്ടിക്ക് പറഞ്ഞത്. ഇവിടുന്ന് നാക്കോ വരെ റോഡ് ഇങ്ങനത്താണ്. അതുകൊണ്ട് തന്നെ സ്പില്ലോ വരെ എത്താൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ ശരി.